Okay. From അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ് ഇറങ്ങി നമ്മൾ അടുത്ത സെറ്റ് കാണാൻ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ എവിടെയാന്നുള്ളത്? നമ്മുടെ മഹാഭാരതമൊക്കെ ഷൂട്ട് ചെയ്ത രാമായണം, മഹാഭാരതവും രാജാക്കന്മാരുടെ കൊട്ടാരവും ഒക്കെ അല്ലേ? ഉയ്യോ, ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ സ്ഥലം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പർ സ്ഥലം. എനിക്ക് ആ ദൂരദർശനിലെ പഴയ രാമായണവും മഹാഭാരതവും ഇന്ദ്രനൊക്കെ ഇല്ലേ സ്വർഗത്തിലേക്ക് ആ ഒരു രംഗങ്ങൾ ഓർമ്മ വരും. അതെ അതെ അതെ, എനിക്ക് ഈ ബാഹുബലിയുടെ മറ്റേ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലം ഇതാ. ഓ, ബാഹുബലി വരുന്നുണ്ട് മോനെ, നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി സെറ്റിങ്. ആ ലൈറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി. എന്റെ പൊന്നോ, അത് ഒറിജിനാലിറ്റി, ആ എഫക്റ്റ് ആണേ. സൈഡിൽ കണ്ടില്ലേ ഓരോ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ്. ഇത് ശരിക്കും സെറ്റ് ഇട്ടാന്ന് ഒരിക്കലും പറയല്ലോ കേട്ടോ. ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് വേണം ഓരോ നിർമ്മിതികളും പണിയിപ്പിക്കാനല്ലേ? അതെ, അല്ല ലിറ്ററലി നമുക്കത് എടുത്തു പറയാൻ പറ്റും. നോക്കിക്കടാ, ആ ഇത് കണ്ടില്ലേ ഓരോ സെറ്റ് ഇട്ടേക്കണം. നമുക്ക് ആ മേളിലേക്ക് നോക്കി ആ സെറ്റ് ഇട്ടതിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. ആ മേളിലേക്കുള്ള ഭാഗങ്ങളില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ ഇത് സെറ്റാണെന്ന്? അതെ അതെ, ഇത് ശരിക്കും തടിയും മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ആ ഫിനിഷ് നല്ല പക്ക പെർഫെക്റ്റ് ഫിനിഷാണ്. അതെ, അയ്യോ, ഈ വരുന്ന വഴിയൊക്കെ ആ റെയിലൊക്കെ കണ്ട കാരണം നമുക്ക് തോന്നും അത് ശരിക്കും സെറ്റ് ഇട്ടേക്കുവാണെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല. അതേ നോക്കിക്കേ, ആ സാധനം കണ്ട എന്തെങ്കിലും വ്യത്യാസം തോന്നണം. ഒരു രാജകോട്ടയ്ക്കകത്ത് കയറിയത് എങ്ങനെയാണോ അതേപോലെ കറക്റ്റ് ഒരു ദർബാർ അല്ലേ ഇതേ അത് നോക്കിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ മേളിലേക്ക് നോക്കരുത് കേട്ടോ, മേളിലേക്ക് നോക്കിയാൽ സെറ്റ് ആണെന്ന് മനസ്സിലാകും. താഴെ ഭാഗത്തൊക്കെ ഇതൊക്കെ ആ ആംഗിൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക രാജകൊട്ടാരോ അല്ലെങ്കിൽ പഴയ ഇവരുടെ ഇന്ദ്രപ്രസ്ഥവും അങ്ങനെയുള്ളതൊക്കെ അല്ലേ? അതെ അതെ അതെ, പക്ക സെറ്റ് ഇട്ടേക്കണത്. ഇത് കണ്ടില്ലേ, രാജാവ് മേളിലിരിക്കുന്നു, ആ ദേവഗണങ്ങളൊക്കെ സൈഡിലിരിക്കുന്നു, ഇന്ദ്രദേവൻ ആ മേളിൽ നേരെ കാണുന്നു. മന്ത്രിയല്ലേ? അല്ല, സ്വർഗത്തിലെ സെറ്റൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെ അല്ലേ? പഴയ സിനിമ നീ ഒന്ന് ആലോചിക്കുക. പുതിയ സെറ്റ് വന്നപ്പോഴല്ലേ വ്യത്യാസം വന്നത്. പഴയ സിനിമകളൊക്കെ നമ്മൾ ഓർത്താൽ മതി. അതേപോലെ പിന്നെ സൗത്ത് ഇന്ത്യൻ രാജാക്കന്മാരുടെ കൊട്ടാരവും ഏകദേശം ഇതേപോലെയൊക്കെ ഏകദേശം ഇതേപോലെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. നമ്മൾ ആ മൈസൂർ പാലസ് പോയപ്പോഴൊക്കെ കണ്ടില്ലേ, ഒരു ആംബിയൻസ് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരു ഗോൾഡൻ ടച്ചിൽ ഒരു റോയൽ. അല്ല, ഇത് വുഡ് വർക്ക് ആണോ? ഇത് ശരിക്കും നമ്മൾ വുഡ് വർക്ക് അല്ലല്ല, വുഡ് വർക്ക് അല്ല, അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ച് അവർ ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ടല്ലേ ഇത്. അങ്ങനെ നമ്മൾ കൊട്ടാരങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഗൈസ്. നമ്മളിനിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. യെസ്, നമ്മൾ വിചാരിക്കുക എല്ലാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരിക്കും ഒറിജിനൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നല്ലേ?